ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിലെ സെറ്റ് തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെറ്റ് തിയറി അത് നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് collection of objects. Well-defined collection of objects. വെൽ-ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ വെൽ-ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്സ്റ്റ് ഒരു റൂൾ ഉണ്ടായിരിക്കും. ഈ വെൽ-ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ റൂൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിനെ, ആ കളക്ഷനെ നമുക്ക് നല്ലപോലെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുകയാണ് സെറ്റ് എ ഈസ് ഈക്വൽ ടു വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പോൾ എന്താ, എ ഇ ഐ ഒ യു, ഇതാണ് വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പോൾ എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വവൽസ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയണം, എ ഇ ഐ ഒ കളക്ഷൻ ഓഫ് വവൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അതാണ് വെൽ ഡിഫൈൻഡ്. അതേപോലെ തന്നെ ഈ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഇതാക്കാൻ പറ്റും. ഫസ്റ്റ് ഇതാണ് റോസ്റ്റർ മെത്തേഡ്. ആ മെത്തേഡാണ് ഞാനിപ്പോൾ ആദ്യം എഴുതിയേക്കണത്. റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത് ഉള്ളിലുള്ള നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് പറയണത്. ഇതിനെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡബിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, റോസ്റ്റർ മെത്തേഡ് ഓർ ലിസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയും. എന്താ പറയും, റോസ്റ്റർ മെത്തേഡ് ഓർ ലിസ്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെപ്പോഴും സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, സെറ്റ് നെയിം ചെയ്യണത്. അപ്പോൾ എ ബി സി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, അതായത് വവൽസ് ഓഫ് എ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഡബിൾ ബ്രാക്കറ്റ് എടുത്തിടണം. പിന്നെ ഇതിൻ്റെ ഓർഡറിനൊരു ഓർഡർ എന്താണെങ്കിലും കുഴപ്പമില്ല. എ ഇ ഐ ഒ എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഐ ഇ യു ഒ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാലൊന്നും വിഷയമല്ല. ഓർഡർ എന്താണെങ്കിലും വിഷയമല്ല. അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ വന്നാലും അതിനൊരു എഫക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയണത്, റോസ്റ്റർ മെത്തേഡ് എന്ന് പറയണത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഓർ റൂൾ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടീനെ ക്യാരക്ടറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു ഇതായിട്ട് പറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്, അത് പി ഓഫ് എക്സ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാണ്. പി ഓഫ് എക്സ് ഹോൾഡ്, അത് എക്സ് സച്ച് ദാറ്റിന് ഇങ്ങനെ എഴുതും നമ്മൾ, ഓർ എക്സ് സച്ച് ദാറ്റിന് ഇങ്ങനെ എഴുതും, പി ഓഫ് എക്സ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ട്, പി ഓഫ് എക്സ് ഹോൾസ് ഇങ്ങനെ എഴുതും. അപ്പോൾ നമുക്ക് ഒരു ഇത് എഴുതാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈക്വൽ ടു 2n for n equal to n, x equal to 2n for n equal to n. അപ്പോൾ ഇതെന്താണ്, ഇങ്ങനത്തെ ഫോർമാറ്റിൽ എഴുതുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 2n for n belongs to n. ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്ക് സെറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് റോസ്റ്റർ മെത്തേഡ് ഓർ ലിസ്റ്റിംഗ് മെത്തേഡാണ്. സെക്കൻഡ് വൺ സെറ്റിൽ ബിൽഡർ ഓർ റൂൾ മെത്തേഡാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ടൈപ്സ് ഓഫ് സെറ്റിൽ ഫസ്റ്റ് വരുന്നതാണ് നൾ ഓർ എം ടി സെറ്റ്. നൾ ഓർ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അറിയാം, ഇറ്റ് കുഡ് കണ്ടെയ്ൻ നോ എലമെൻറ്റ്, അതായത് ദാറ്റ് ദ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്. ദ സെറ്റ് വിച്ച് contains no element at all is called null set. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, null set എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എച്ച് സെറ്റ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈസ് റിയൽ.
ഇതൊരു എപ്പോഴും എന്തായിരിക്കും, ഒരു നൾ സെറ്റ് ആയിരിക്കും. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 1 = 0 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 കിട്ടും. സോറി, ഇങ്ങനെ കിട്ടും, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 കിട്ടും, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √-1. അപ്പോൾ എന്താണ് √-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിട്ടും. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, റിയൽ അല്ല, ഇത് ഇമാജിനറി അല്ലേ. സോ ഇതെന്ത് സെറ്റാണ്, നൾ സെറ്റിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത് വരുന്നതാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ എലമെന്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ എലമെന്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. A set consisting of a single element is called a singleton set. ഒരു സെറ്റിൽ ഒരു എലമെന്റ് മാത്രം ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൈറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ്. ഇറ്റ് ഈസ് വോയിഡ്, ഒന്നെങ്കിൽ ഇറ്റ് ഈസ് എയ്തർ വോയിഡ് സെറ്റ്, അതായത് ഈ സെറ്റിന് ഒന്നും ഒരു എലമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് എലമെന്റ്സ് ക്യാൻ ബി ലിസ്റ്റഡ് ബൈ നാച്ചുറൽ നമ്പർ, അതായത് ഒരു കൗണ്ട് ചെയ്യാൻ പറ്റണം ആ നമ്പറിന്. 1 2 3 ഇപ്പോൾ ഈ സെറ്റിൽ, ഇപ്പോൾ എ എന്നുള്ള സെറ്റിൽ ആണെങ്കിൽ നമുക്കറിയാം 1 2 3. ഇപ്പം എന്താ, ഇതിലാകെ ഈ 3 എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കൗണ്ടബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൈനൈറ്റ് സെറ്റാണ്, നമുക്കത് പറയാൻ പറ്റും. കൗണ്ടബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൈനൈറ്റ് സെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനെയാണ് അതിൻ്റെ കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ. കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്. കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാർഡ് നമ്പർ എത്ര ആയിരിക്കും, 3 ആയിരിക്കും. ഇപ്പോൾ n എലമെൻറ്റ്സ് ആണെങ്കിൽ കാർഡ് നമ്പർ എന്തായിരിക്കും, n ആയിരിക്കും. ഇത് നമ്മൾ n ഓഫ് എ, ഇവിടെ n ഓഫ് എ = എന്തായിരിക്കും, 3 ആണ്. ഇനി എയിലൊരു 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ n ഓഫ് എ എന്തായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നാച്ചുറൽ നമ്പറായിട്ട് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എ സെറ്റ് ഹൂസ് എലമെന്റ്സ് കനോട്ട് ബി ലിസ്റ്റഡ് ബൈ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്രാ. അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റിനാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇനി അടുത്തത് ഇക്വാലന്റ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണ്. എ ആൻഡ് ബി ആർ 2 ഫൈനൈറ്റ് സെറ്റ്. ഇഫ് ഇക്വാലന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാർഡിനൽ നമ്പേഴ്സ് ആർ സെയിം. ഇഫ് ദർ കാർഡിനൽ നമ്പേഴ്സ് ആർ സെയിം, that is n of a equal to n of b. Two finite set A and B are equivalent if their cardinal numbers are same. That is n of A is equal to n of B. Next, equal sets. Two sets A and B are said to be equal if and only if every element of A is an element of B. ഇനി equal sets ആണെന്ന് പറയണമെങ്കിൽ if every element of A is an element of B, അതിനാണ് നമ്മൾ ഈക്വൽ സെറ്റ്. അതായത് ഇപ്പോൾ എ ബി എന്നുള്ള 2 സെറ്റ് എടുക്കണം. അപ്പോൾ എയുടെ സെറ്റ് 1 2 3 4 ആണ്. ബി എന്നുള്ള സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 1 2 4 ആണ്. ഇതെന്ത് സെറ്റാണ്, ഈക്വൽ സെറ്റാണ്. കാരണം എല്ലാ എലമെൻറ്റും ഈക്വൽ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് നമ്മുടെ 2 സെറ്റിലും സെയിം ആയിരിക്കണം. അങ്ങനത്തെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വൽ സെറ്റ്. അപ്പോൾ ഇക്വാലന്റ് സെറ്റും ഈക്വൽ സെറ്റും ശ്രദ്ധിക്കുക. ഇക്വാലന്റ് സെറ്റ് ആണെങ്കിൽ കാർഡിനൽ നമ്പേഴ്സ് ഈക്വൽ ആയാൽ മതി. ഈക്വൽ സെറ്റ് ആണെങ്കിൽ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതാണ് ഈക്വൽ സെറ്റ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്. ഇനി ഈക്വൽ സെറ്റ്സ് എപ്പോഴും എന്ത് സെറ്റ് ആയിരിക്കും, ഇക്വാലന്റ് സെറ്റ് ആയിരിക്കും. ബട്ട് തിരിച്ചെങ്ങനെ ഇരിക്കില്ല, may not be equivalent സെറ്റ് എന്തായിരിക്കില്ല, ഈക്വൽ സെറ്റ് ആയിരിക്കണമെന്നില്ല അല്ലേ. ഈക്വൽ സെറ്റ്സ് എപ്പോഴും ഓൾവേസ് ഈക്വാലൻ്റ് ആയിരിക്കും. ബട്ട് ഇക്വാലന്റ് സെറ്റ് may not be ഈക്വൽ സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. A set that contains all sets in a given content is called. അതായത് എല്ലാ എലമെൻറ്റും അതിലുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സെറ്റിൽ ഇതാക്കണത്, നമ്മൾ ആ സെറ്റ് എടുക്കുന്നത്, ആ സെറ്റിലെല്ലാം എല്ലാം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം, യൂണിവേഴ്സൽ സെറ്റാണെന്ന് പറയാൻ പറ്റും. A set that contains all sets in a given content
given content is called the universal set. Is called the universal set. ആ പേര് തന്നെയുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു. അതെന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ്? ഇഫ് എസ് ഈസ് എനി സെറ്റ്, ദ ഫാമിലി ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എസ്. ഇഫ് എസ് ഈസ് എനി സെറ്റ്, എസ് ഈസ് എനി സെറ്റ്, then the family of all subset of S is called the power set of S. This is called the power set of S. അപ്പം ഇഫ് എസ് ഒരു സെറ്റാണെങ്കിൽ അത് എസ് എന്നുള്ളതിൽ എന്താണ് എല്ലാ സബ്സെറ്റ് ഉൾക്കൊള്ളിരിക്കുകയാണെങ്കിൽ അതൊരു പവർ സെറ്റ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ചെയ്യുക എസിലുള്ള സെറ്റിലാണ് എ ബി സി എന്നുള്ളത്. അപ്പോൾ പി ഓഫ് എസ് പവർ സെറ്റ് ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അതിൽ നൾ സെറ്റ് എന്തായാലും ഒരു സബ്സെറ്റാണ്. പിന്നെ എ, പിന്നെ ബി, സി, എ ബി, ബി സി, എ സി, അതേപോലെ എ ബി സി. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? സബ്സെറ്റ് വരുന്നത്. ഇതെല്ലാം ആ പവർ സെറ്റിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പവർ സെറ്റ് ഓഫ് എ ഗിവൺ സെറ്റ് എപ്പോഴും എന്തായിരിക്കും? നോൺ എംപ്റ്റി ആയിരിക്കും. ഇനി ഇഫ് എ ഹാസ് എൻ എലമെൻറ്റ്സ്, ഇഫ് എയ്ക്ക് എത്ര n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇഫ് എ ഹാസ് n എലമെൻറ്റ്സ്, ദെൻ P of Aക്ക് എത്ര ഉണ്ടാവും? P of A has 2n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. P of Aക്ക് എത്ര ഉണ്ടായിരിക്കും? 2n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി സബ്സെറ്റ് എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് സബ്സെറ്റ്? രണ്ട് സെറ്റ് എ ആൻഡ് ബി ആർ ടു സെറ്റ് ആണ്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ബി, ദെൻ എ ഈസ് കോൾഡ് എ സബ്സെറ്റ് ഓഫ് ബി. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എയും ബിയും രണ്ട് സെറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ആൻ element of B, every element of A is an element of B, then A is called a subset of B. അപ്പോൾ നമ്മൾ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ബി. എയിലുള്ള എലമെൻറ്റ് എല്ലാം എന്തിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കതിനെ നമ്മൾ സബ്സെറ്റാന്ന് പറയാൻ പറ്റും. എവരി സെറ്റ് എ സബ്സെറ്റ് ടു ഇറ്റ് സെൽഫ്. എവരി സെറ്റ് അതിൽ സബ്സെറ്റാണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ടു ഇറ്റ് സെൽഫ്. എവരി സെറ്റ് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ എംപ്റ്റി സെറ്റും എന്തായിരിക്കും? എപ്പോഴും എംപ്റ്റി സെറ്റ് ഈസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആയിരിക്കും. ദ എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 2n ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് n എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 2n ആയിരിക്കും. ഇനി അടുത്തതാണ് പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്സ്. Proper and improper subset. If A is a subset of B, A എന്നുള്ള B ഒരു സബ്സെറ്റ് ആണ്, ആൻഡ് A not equal to B, Aയും Bയും ഈക്വൽ അല്ല, then A is a proper subset of B. Then A is a proper subset of B. That is A proper subset. ഇങ്ങനെ ഇതാണ് ഇങ്ങനെയാണ് A is a proper subset of B എന്ന് പറയാൻ പറ്റും. ഇനി
നൾ സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. വി നോ ദാറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആണ്. ഇനി എവറി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നൾ സെറ്റും എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആണ്. അതേപോലെ എല്ലാ സെറ്റും ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതായത് 5 സബ്സെറ്റ് ഓഫ് എ ആണ്, അതേപോലെ എ സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്? ഇംപ്രോപ്പർ സബ്സെറ്റ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ആ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എ എന്നുള്ള സെറ്റ് എഴുതണം. എ ഈസ് ഈക്വൽ ടു 1 2 2 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എയുടെ സബ്സെറ്റ് ഏതൊക്കെയാണ് വരുന്നത്? 5 വരും, 1 വരും, 2 വരും, 1 2 വരും. ഇതിൽ 1 ഇത് ഇത്രയാണ് നമുക്ക് എന്ത് വേണം എയുടെ സബ്സെറ്റ് വരുന്നത് അല്ലേ. 5 വരും, 1 വരും, 2 വരും, 1 2 വരും. ഇതിൽ 5ഉം 1 2ഉം എന്താണ്? ഇംപ്രോപ്പറാണ്. ഇത് രണ്ടും എന്താണ്? ഇംപ്രോപ്പറാണ്. ഇംപ്രോപ്പർ സബ്സെറ്റാണ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും പ്രോപ്പറാണ്. ഇത് രണ്ടും എന്ത് വരും? പ്രോപ്പറായിട്ട് വരും. അപ്പോൾ ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 2 സബ്സെറ്റാണ് ഇംപ്രോപ്പർ ഉള്ളത്. ഒന്ന് നൾ സെറ്റും അതേപോലെ തന്നെ സെയിം സെറ്റും ആയിരിക്കും ഇംപ്രോപ്പറായിട്ട് വരുന്നത്. പ്രോപ്പറായിട്ട് വരുന്നത് ബാക്കിയുള്ളതെല്ലാം എന്തായിട്ട് വരും? പ്രോപ്പർ സബ്സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെറ്റ് എന്താണെന്ന് പഠിച്ചു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സെറ്റ് നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. റോസ്റ്റർ മെത്തേഡിലും സെറ്റ് ബിൽഡർ ഫോമിലും. റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എലമെൻറ്റ്സിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. പിന്നെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എക്സ് അതായത് ഇങ്ങനത്തെ രീതിയിൽ ഈ റൂൾ മെത്തേഡിൽ എഴുതുന്നതിനാണ്. സെറ്റ് എക്സ് ദാറ്റ് എക്സ് നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഈക്വൽ ടു 2 അങ്ങനെ പറഞ്ഞിട്ട് എഴുതുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ നൾ ഓർ എം ടി സെറ്റ്. നൾ സെറ്റ് ഓർ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയുന്നത്. സിംഗിൾട്ടൺ നെക്സ്റ്റ് ആണ് സിംഗിൾട്ടൺ ആണ്. സിംഗിൾട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ സെറ്റിൽ ഒരു എലമെൻറ്റേ ഉള്ളെങ്കിൽ അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൗണ്ടബിൾ ആയിരിക്കണം ആ സെറ്റ്. ഇൻഫിനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആയിരിക്കും. പിന്നെ ഇക്വാലന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാർഡിനൽ നമ്പർ അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആണെങ്കിൽ അതിന് ഈക്വാലൻ്റ് ആണ്. ഈക്വൽ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 സെറ്റ് എടുക്കുമ്പോൾ അതിൽ എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം. സെയിം എലമെൻറ്റ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഈക്വാലൻ്റും ഈക്വലും. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെറ്റിൽ എല്ലാം കണ്ടു. ഇപ്പോൾ ആ സെറ്റിലെല്ലാം പേ എന്ന് പറയുന്നത് എന്താണ് ആൽഫബെറ്റ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ ആൽഫബറ്റിൻ്റെ A to Z വരെയല്ല. അപ്പോൾ ആ സെറ്റിലെല്ലാം ഉണ്ടെങ്കിൽ ഫുൾ ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ സെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി പവർ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സബ്സെറ്റും ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ എസ് ഒരു സെറ്റാണ്, ആ ഫാമിലിയിൽ എസിൻ്റെ എല്ലാ സബ്സെറ്റും ഉണ്ടെങ്കിൽ അതെന്താണ് പവർ സെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്പർ ഓഫ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ 2n ആണ് ഇഫ് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ. ഇനി സബ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് A and B are 2 sets in every element of A is an element of B, then A is called a subset ആണ്. അപ്പോൾ എവറി സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്, എവറി സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2n ആണ്. ഇനി പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സെറ്റ് ഇഫ് A and B A സബ്സെറ്റ് ഓഫ് B ആൻഡ് A നോട്ട് ഈക്വൽ ടു B ആണെങ്കിൽ, ഇംപ്രോപ്പർ സെറ്റിൽ അങ്ങനെയാണെങ്കിൽ ദെൻ A ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് B, A സബ്സെറ്റ് ഓഫ് B വരും. ഇംപ്രോപ്പർ സെറ്റിലാകെ 2 നൾ സെറ്റും സെയിം സെറ്റും തന്നെയാണ് ഇംപ്രോപ്പർ സെറ്റായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എന്തായിട്ട് വരും? പ്രോപ്പർ സബ്സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.